RBI റിപ്പോ നിരക്കിൽ മാറ്റമില്ല എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. മുംബൈയിൽ ചേർന്ന പണനയ സമിതി യോഗമാണ് ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ബാലു, നിലവിലെ റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് 2023 സമാനമായി തുടരുകയാണ്. ഇതാദ്യമല്ല, കുറച്ചായിട്ട് ഇപ്പോൾ ഇതേ റിപ്പോ നിരക്ക് തന്നെ മാറ്റമില്ലാതെ തുടരുന്നു. സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ കൊണ്ട് തന്നെയാണോ? അക്ഷയ, തുടർച്ചയായി 10ാമത്തെ തവണയാണ് ഈ റിപ്പോ നിരക്ക് 6.5% നിലനിർത്തുവാൻ വേണ്ടി ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ ആയിരുന്നു ഈ 6.5% എന്ന റിപ്പോ നിരക്ക് ആദ്യം നിശ്ചയിച്ചിരുന്നത്. റിപ്പോ നിരക്ക് 6.5% നിലനിർത്തുന്ന സാഹചര്യത്തിൽ വാഹന, ഭവന, വ്യക്തിഗത വായ്പകളിൽ മാറ്റമുണ്ടാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മുംബൈയിൽ കഴിഞ്ഞ 2 ദിവസമായി ചേർന്ന പണനയ സമിതി യോഗത്തിലാണ് ഈ റിപ്പോ നിരക്ക് 6.5% നിലനിർത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഈ സമിതിയിലെ 6 അംഗങ്ങളിൽ 4 പേർ ഈ റിപ്പോ നിരക്ക് 6.5% നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ 2 അംഗങ്ങൾ ഈ റിപ്പോ നിരക്ക് കുറവ് വരുത്തണമെന്ന ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. പണപ്പെരുപ്പ സമ്മർദ്ദം, ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ, ആഭ്യന്തര വളർച്ചാ മുരടിപ്പ് തുടങ്ങിയവയൊക്കെ പരിഗണിച്ചാണ് ഇത്തവണ ഈ നിരക്കിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ഈ പണനയ സമിതി യോഗം എത്തിച്ചേർന്നത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് കുറവുണ്ടാകുമെന്ന ഒരു വിലയിരുത്തലും ഈ പണനയ സമിതി യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് അടുത്ത സാമ്പത്തിക വർഷം ഈ വളർച്ചാ നിരക്ക് 7.2% പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അത് 6.8% ആ വളർച്ചാ നിരക്ക്, അതായത് 6.5% ആ വളർച്ചാ നിരക്ക് കുറയ്ക്കുന്ന തരത്തിലുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഈ പണനയ സമിതി യോഗത്തിൽ വിലയിരുത്തലിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഏതായാലും ഈ ചെറിയ ഒരു മാറ്റം റിപ്പോ നിരക്കിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത്, പക്ഷേ ഇത്തവണയും 6.5% റിപ്പോ നിരക്ക് നിലനിർത്തുവാനാണ് ഇപ്പോൾ ഈ പണനയ സമിതി യോഗത്തിന്റെ തീരുമാനമായി പുറത്തു വന്നിരിക്കുന്നത്. ശരി, അങ്ങനെ പുതിയ പണനയം അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് RBI ഗവർണർ. മാറ്റമില്ലാതെ തന്നെ റിപ്പോ നിരക്ക് തുടരുന്നു എന്നുള്ളതാണ് തുടർച്ചയായിട്ടുള്ള 10ാമത്തെ തവണ എന്നുള്ളതാണ് ബാലു റിപ്പോർട്ട് ചെയ്യുന്നത്. 2023 ഉണ്ടായിരുന്ന അതേ റിപ്പോ നിരക്ക് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്.